Welcome students, 7th standard, 3rd chapter, ചെറുത്ത് നിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന പാഠമാണ്. അതായത് റെസിസ്റ്റൻസ് ആൻഡ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ആദ്യമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് തംബ് ഓഫ് നഗോഡാസ് എന്നൊരു വിവരണമാണ്. അതെന്താണെന്ന് നോക്കാം. നഗോഡാസ് were the sericulturalists of the Bengal. Weavers from various countries came to buy the silk they produce. അപ്പോൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാർ എത്തിയിരുന്നു. When Bengal came under the rule of the East India Company, the officials began to exploit the Nagodas. They were compelled to do weaving for meager wages. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടുകൂടി കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ഇവർ ചെയ്യിപ്പിച്ചു. They were made bonded laborers of the company, denying opportunity to seek any other means of livelihood. They were forced to live like slaves under the company. The workers who were not willing to obey were tortured. Their properties were seized. They collectively decided to give up their traditional occupation, for it did not help them earn a living. Hence, they decided to cut off their thumbs as a protest against the policy of the East India Company. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു ബ്രിട്ടീഷുകാർ നഗോഡകളെ കൊണ്ട്. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതമായിരുന്നു അവരുടേത്. കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാതെ വന്നവരെ അവർ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ ഒരു മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നത് മാത്രം ആയിരുന്നു. ഇതാണ് നഗോഡകളുടെ കഥ. നഗോഡകളുടെ കഥ വായിച്ചപ്പോൾ നമുക്കറിയാം, ആ കാലത്ത് ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു അന്ന്. അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത്ത് നിൽപ്പുകൾ ഉയർന്നു വരികയും ചെയ്തു. There were uprisings in different parts of the country against this, who were exploited under the company rule. അപ്പോൾ കമ്പനി റൂളിൻ്റെ കീഴിൽ ചൂഷണം ചെയ്യപ്പെട്ടവർ ആരൊക്കെയായിരുന്നു? ഫാമേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? കർഷകർ. വീവേഴ്സ് നെയ്ത്തുകാർ. ക്രാഫ്റ്റ്സ്മെൻ എന്ന് വെച്ചാൽ കൈത്തൊഴിലുകാർ. ഗോത്ര വർഗക്കാർ, ട്രൈബൽസ്. Against the farmers. With the subjugation of Bengal, the attention of the company shifted to the rich agricultural sector of the region. അപ്പോൾ കർഷകർക്കെതിരെ തിരിയുകയാണ് കമ്പനി. അതായത് ബംഗാൾ കൈയടക്കി കഴിഞ്ഞതോടെ കമ്പനിയുടെ ശ്രദ്ധ മുഴുവൻ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽ നിന്നും പരമാവധി സ്വത്ത് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏക ലക്ഷ്യം. അതിനുവേണ്ടി അവരെന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്? വാട്ട് വർ ദി സ്ട്രാറ്റജീസ് ദേ അഡോപ്റ്റഡ്? ദേ ലെവിഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ് എന്ന് വെച്ചാൽ കർഷകർക്ക് മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. നോ ടാക്സ് കൺസെഷൻസ് വർ സാങ്ഷൻഡ് ഈവൻ വെൻ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയിഡ് ദി അഗ്രികൾച്ചർ. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. അവർ ചെയ്തിരുന്ന കൃഷി വരൾച്ചയിൽപ്പെട്ടോ വെള്ളപ്പൊക്കത്തിൽപ്പെട്ടോ നശിച്ചു പോയാലും അവർക്ക് നികുതി നിർബന്ധമായിട്ടും കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായി. മിഡിൽമെൻ ഓർ ജമീന്ദാസ് റെസൈൻഡ് ടു ദ ഡ്യൂട്ടി ഓഫ് ടാക്സ് കളക്ഷൻ. ഈ നികുതി പിരിക്കാനായിട്ട് ജമീന്ദാർമാരെ അല്ലെങ്കിൽ ഇടനിലക്കാരെ അവർ ചുമതലപ്പെടുത്തി. പിന്നീട് മറ്റൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇമ്പോസ്ഡ് ദ കണ്ടീഷൻ ദാറ്റ് ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ഫോം ഓഫ് ക്യാഷ്. ഒരു കണ്ടീഷൻ അവർ കൊണ്ടുവന്നു, അതായത് നികുതി പണമായി തന്നെ കൊടുക്കണം. അവർ എന്ത് വസ്തുവാണ് ഉണ്ടാക്കുന്നത് ആ വസ്തുവിൻ്റെ ഒരു ഭാഗം, വസ്തുക്കളുടെ ഭാഗം കൊടുത്താൽ പോരാ, പിന്നെന്താണ്? പണമായി തന്നെ നികുതി കൊടുക്കണം. The farmers had to depend on sahus, the private money lenders, for loans at a high rate of
ഇൻട്രസ്റ്റ്. ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും പണത്തിന് വേണ്ടി കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ, അതായത് സാഹുക്കാർ എന്നാണ് പറഞ്ഞിരുന്നത്, അവരെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ the company identified that the fertile fields of the Bengal were much favorable for growing the commercial crops like jute, cotton and indigo. കമ്പനിക്ക് മനസ്സിലായി ബംഗാളിലെ മണ്ണ് പരുത്തി, ചാണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. അതിനു വേണ്ടിയിട്ട് ദീസ് വർ ദി മേജർ റോ മെറ്റീരിയൽസ് ഫോർ ദ ഇൻഡസ്ട്രീസ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിലെ കമ്പനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഈ പരുത്തി, ഇൻഡിഗോയും കോട്ടനുമൊക്കെ ആയിരുന്നു. കോൺസിക്വൻ്റ്ലി ദി ഡിസൈഡഡ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് കൾട്ടിവേഷൻ ആൻഡ് ഫോഴ്സ്ഡ് ദ ഫാമേഴ്സ് ടു ഡു സോ. ദ ഫീൽഡ്സ് വർ യൂസ്ഡ് ഓൺലി ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ചേഞ്ച്ഡ് ഇൻ ടു ദി പ്ലാന്റേഷൻ ഓഫ് കോട്ടൺ, ജൂട്ട് ആൻഡ് ഇൻഡിഗോ. അപ്പം കമ്പനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പരുത്തിയും ചണവും കൃഷി വ്യാപിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനായി കർഷകരെ നിർബന്ധിച്ചു. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങളിൽ പരുത്തി കൃഷിയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളാക്കി കമ്പനി മാറ്റി. കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടമായി. അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു. പിന്നീട് as a result the farmers become landless and were forced to become laborers against the tribals. അപ്പോൾ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു. ഇനി ഗോത്ര ജനതയ്ക്കെതിരെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ. The intrusion of the company was not limited to the agricultural sector. They framed several laws to exploit the forest resources. The laws gave the company absolute control over the ഫോറസ്റ്റ്. അതായത് കമ്പനിയുടെ ഇടപെടൽ നമ്മൾ നേരത്തെ കണ്ട കാർഷിക മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. പിന്നെയോ ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്നായി പിന്നീട് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ കീഴിലായി മാറി. The laws gave the company absolute control over the forest. This disturbed the collection of forest products and adversely affected the tribal traditional farming. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയെ ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചു. അതോടുകൂടി ഗോത്ര ജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷി രീതികളുമൊക്കെ തടസ്സപ്പെട്ടു. The tribal habitat was rich in mineral deposits, and to exploit these, the British constructed roads and railways to these regions. These measures intensified the miseries of the tribals. അവിടെ കൊണ്ട് ഒതുങ്ങി നിന്നില്ല. ഗോത്ര ജനതയുടെ ആവാസ മേഖല എന്ന് പറയുന്നത് ധാരാളം ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. അപ്പോൾ അവ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോഡ്, റെയിൽ എന്നീ സൗകര്യങ്ങൾ കമ്പനി നിർമ്മിച്ചുകൊണ്ട് ഇരുന്നു. അത് ഗോത്ര ജനതയുടെ ജീവിതം വളരെ ദുസ്സഹമായി മാറ്റി. അങ്ങനെയാണ് റെയിൽവേയുടെ തുടക്കം അവിടെ എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ദ ബിഗിനിങ് ഓഫ് ദി റെയിൽവേസ്. ദി ഇന്ത്യൻ റെയിൽവേ വാസ് ലോഞ്ച്ഡ് ഓൺ 16th April 1853. ദ ഫസ്റ്റ് ട്രെയിൻ ഫ്രം ബോംബെ ടു ഥാനെ വാസ് ഫ്ലാഗ്ഡ് ഓഫ് അറ്റ് 3:35 p.m. On that day, the train had 14 coaches that carried 400 passengers. On March 1861, the first train in Kerala ran from Tirur to ബേപ്പൂർ. അപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ സംവിധാനം ആരംഭിച്ചു. 1853 ഏപ്രിൽ 16 അന്ന് വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞു. 14 കോച്ചുകളുള്ള ഈ വണ്ടിയിൽ 400 യാത്രക്കാരുണ്ടായിരുന്നു. 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി. അപ്പോൾ കമ്പനിയുടെ വന നിയമങ്ങൾ ഗോത്ര ജനതയുടെ ജീവിതത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടു, നമ്മൾ ഗോത്ര ജനതയുടെ ബുദ്ധിമുട്ടുകൾ കണ്ടു. ഇനി നെയ്ത്തുകാർക്കെതിരെ എഗെയിൻസ്റ്റ് ദി വീവേഴ്സ്. You now know that the cotton cultivation became widespread in India during the company rule. അപ്പം നമുക്കിപ്പോൾ മനസ്സിലായി എന്താണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പരുത്തി കൃഷി എന്ന് പറയുന്നത് വളരെ വ്യാപകമായി ഉണ്ടായിരുന്നു.
However, the handloom industry in India declined. Let us examine the reasons. അപ്പോൾ ആ കാലത്ത് തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ച നേരിട്ടു. അപ്പോൾ പരുത്തി കൃഷി വ്യാപകമായി, പിന്നീടിവിടെ നമ്മുടെ കൈത്തറി മേഖല തകർച്ച നേരിട്ടു. ആ തകർച്ച നേരിടാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The large scale export of cotton, the raw material of the handloom industry to Britain. അപ്പോൾ അസംസ്കൃത വസ്തുവായ പരുത്തി നമ്മുടെ നാട്ടുകാർക്ക് കിട്ടുന്നില്ല, പിന്നീട് എന്താണ് അത് ബ്രിട്ടനിലേക്ക് അമിതമായിട്ട് കയറ്റി അയച്ചു. ഫസ്റ്റ് പോയിൻ്റ് അതാണ്. സെക്കൻഡ് വൺ, ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽ മാനുഫാക്ചർഡ് ഇൻ ദ ബ്രിട്ടീഷ് ഫാക്ടറീസ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതമായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അപ്പോൾ അതിന് വില കുറവായതുകൊണ്ടും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടതുകൊണ്ടും എന്താണ് ധാരാളം കോട്ടങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ നെയ്ത്തുകാർക്ക് ഉണ്ടായി. മൂന്നാമത്തത് എക്സസീവ് ടാക്സസ് വർ ലെവീഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. പിന്നീടോ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തേണ്ടി വന്നു. ബ്രിട്ടനിൽ നിന്നും യന്ത്രനിർമ്മിതമായ തുണികൾ വളരെ വില കുറഞ്ഞ രീതിയിൽ ഇന്ത്യയിലേക്ക് അവർ ഇറക്കുമതി ചെയ്തു വിറ്റഴിച്ചു. നമ്മുടെ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങളുടെ മേൽ അമിതമായ നികുതി ചുമത്തി. അസംസ്കൃത വസ്തുവായ പരുത്തി മുഴുവൻ അവർ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. These factors rendered thousands of Indian weavers jobless. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ആയിരക്കണക്കിന് നെയ്ത്തുകാരെ അവർക്ക് തൊഴിലില്ലാത്ത രീതിയിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു വർക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ എ സ്കിറ്റ് ഓൺ ദി കോമൺ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വീവേഴ്സ് എഗെയിൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി നഗോഡ പ്രൊട്ടസ്റ്റ്. അതായത് നഗോഡകളുടെ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ നെയ്ത്തുകാരുടെ പൊതുപ്രശ്നങ്ങൾ വിശദീകരിക്കുന്ന ഒരു സ്കിറ്റ് നിങ്ങൾ തയ്യാറാക്കാനായിട്ടൊരു വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി ഒരു സ്കിറ്റ് തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് ദ അപ്രൈസിങ്സ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ കലാപങ്ങളിലേക്ക് പോകുന്നൊരു കാഴ്ച. You have identified the major occupational groups who lost their livelihood as a result of the company rule. These people started rebellions against company and zamindars, the middleman of the company. അതായത് കമ്പനി ഭരണത്തിൻ്റെ ഫലമായിട്ട് ആളുകൾക്ക് അവരുടെ ഉപജീവന മാർഗങ്ങൾ ഇല്ലാതാവുന്നതൊക്കെ നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കി. ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി നിന്നിരുന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾ പുറപ്പെടുവിച്ചു, അതിന് തുടക്കമിട്ടു. Though not well organized, the resistance against the company became common in different part of the country. അതായത് സംഘടിത സ്വഭാവമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടേ ഇരുന്നു, ചെറുത്ത് നിൽപ്പുകൾ നടന്നുകൊണ്ടേ ഇരുന്നു. Peasants' revolt started at the very beginning of the company rule. It is evident in the Sannyasi and Fakir rebellions that occurred in the end of the 18th century. അതായത് കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഇതിന് തെളിവാണ് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും എന്ന് പറയുന്നത്. In 19th century, several rebellions broke out in Malabar. It was led by the Mappila tenants known as the Mappila rebellions. Similar uprisings burst out on Bengal, which were known as Farisi rebellions. Besides the peasants, the tribals also rose in revolt against the company. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അതായത് പാട്ടക്കുടിയാന്മാരായിരുന്ന മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മലബാറിൽ 19ാം നൂറ്റാണ്ടിൽ. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. വാട്ട് ഈസ് നോൺ ആസ് മാപ്പിള റിബല്യൻ. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവമുണ്ടായിരുന്ന കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വാട്ട് വാസ് നോൺ ആസ് മാപ്പിള റിവോൾട്ട്സ് അല്ലെങ്കിൽ മാപ്പിള റിബല്യൻസ് ആൻഡ് ഫറാസി റിവോൾട്ട്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പാരഗ്രാഫ് എഴുതണം. പിന്നീട് ദി മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ദാറ്റ് ഓർഗനൈസ്ഡ് റിബല്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള കലാപം, ഇത്തരത്തിൽ ഗോത്ര കലാപങ്ങളുണ്ടായി.
ഇത്തരത്തിൽ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഭിൽസ് ഓഫ് മറാത്ത എന്ന് വെച്ചാൽ മറാത്തയിലെ ഭീലുകൾ. ദ കോഹ്ലീസ് ഇൻ അഹമ്മദ് നഗർ, അതായത് അഹമ്മദ് നഗറിലെ കോഹ്ലികൾ. ദെൻ ദ കോൾസ് ഇൻ ഛോട്ടാ നാഗ്പൂർ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ. ദ സന്താൾസ് ഇൻ രാജ്മഹൽ ഹിൽസ്, രാജ്മഹൽ കുന്നുകളിലെ സന്താൾമാർ. ദെൻ പിന്നെ ലാസ്റ്റ് വൺ നമുക്കറിയാവുന്നവരാണ് ദ കുറിച്യാസ് ഇൻ വയനാട്, വയനാട്ടിലെ കുറിച്യ കലാപം. അപ്പോൾ ഇത്രയും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ആദ്യം പഠിക്കാനുള്ളത് സന്താൾ കലാപമാണ്. എന്താണ് സന്താൾ കലാപം നോക്കാം. What is Sandal Rebellion? The Sandals were the inhabitants of the Rajmahal Hills in the Bengal province. The Sandal Rebellion was the result of the exploitation they faced from the company officials and money lenders. അതായത് സന്താൽ കലാപം എന്ന് പറയുന്നത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സന്താൽ ഗോത്രജനങ്ങൾ താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനെതിരായ ഗോത്രജനത നടത്തിയ കലാപമാണ് സന്താൾ കലാപം. The Sandal rebellion was the result of the exploitation they faced from the company officials and the money lenders. The Rajmahal Hills witnessed the sacrifice of more than 50,000 Sandals in this rebellion. അപ്പം ഈ റിബല്യനിലും രാജ്മഹൽ കുന്നുകളെ നിറമണിയിച്ച ഈ കലാപത്തിൽ 15,000-ലധികം സന്താൾ ജനതയാണ് അവരുടെ ജീവൻ നഷ്ടമായത്. അതിന് നേതൃത്വം കൊടുത്തവർ സിദ്ധുവും കാൻഹുവും ആയിരുന്നു കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സിദ്ധു ആൻഡ് കാൻഹു ദാറ്റ് ദ റിബല്യൻ ഒക്കേർഡ്. ഇതിനോട് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. അതായത് അവലംബം രാനാജിത് ഗുഹ, എലമെൻ്ററി ആസ്പെക്റ്റ് ഓഫ് പെസൻറ്റ് ഇൻസർജൻസി. ഓ സിദ്ധു, smeared in blood, O Kanhu, screaming hul hul, these traders, these robbers made us landless, we are smeared in blood for our beloved flocks. ഒരു സന്താൽ ഫോക്ക് സോങ് ആണ്. അതായത് സിദോ, നീ എന്താണിങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നത്, കാൻഹു, നീ എന്താണിങ്ങനെ ഹൂൾ ഹൂൾ എന്നലറുന്നത്, ഈ കച്ചവടക്കാർ കള്ളന്മാർ മണ്ണില്ലാത്തവരാക്കി നമ്മെ, നമ്മുടെ ജനതയ്ക്കായി നമ്മൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സന്താൾ ഗോത്ര ഗീതമോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സന്താൾ ഗോത്ര ജനതയെ കലാപത്തിന് പ്രേരിപ്പിച്ച സാഹചര്യം എന്താണ് അവരെ കലാപത്തിന് പ്രേരിപ്പിച്ച സാഹചര്യം? അതായത് കൊള്ള പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണം സഹിക്കാതെ വന്നപ്പോഴാണ് അവർ കലാപത്തിന് ഒരുങ്ങിയത്. The kings and the chieftains who lost their power were another group that led the rebellions. അപ്പോൾ മറ്റൊരു വിഭാഗം ആൾക്കാരും കലാപത്തിന് ഒരുങ്ങിയിരുന്നു. അവരാരൊക്കെയാണെന്ന് നോക്കാം. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും. അവർ ആരൊക്കെയാണ്? രാജ ഛേത് സിംഗ് ഓഫ് ദി അവാദ്. അപ്പം ഒന്നാമതെന്ന് പറയുന്നത് ഔദിലെ രാജ ഛേത് സിംഗ്, പിന്നീട് തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ദെൻ ശിവഗംഗയിലെ മരുത് പാണ്ഡ്യൻ, മലബാറിൽ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, ദെൻ തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഇവർക്കും ഇവരുടെ കലാപത്തിൽ ഇതുപോലുള്ള അധികാരം നഷ്ടപ്പെട്ടപ്പോഴത്തേക്കിനും അവരും കമ്പനിക്കെതിരെ കലാപത്തിലേക്ക് ഇറങ്ങി, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് ഇറങ്ങി. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ദ റിബല്യൻസ് ഇൻ കേരള, കേരളത്തിലെ കലാപങ്ങൾ അല്ലേ. നമ്മൾ പഴശ്ശി റിവോൾട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, അതായത് സിനിമയൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പഴശ്ശിയുടെ അവസാന യാത്ര എന്ന് പറയുന്നൊരു ചെറിയ ഒരിത് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ജേർണി ഓഫ് പഴശ്ശി രാജ. ദ രാജാസ് ബോഡി വാസ് ടേക്കൺ ആൻഡ് പുട്ട് ഇൻ ദി പാലൻക്വീൻ വൈൽ ദ ലേഡി ഹു വാസ് ഡ്രെഡ്ഫുള്ളി റെഡ്യൂസ്ഡ് ഫ്രം സിക്നസ് വാസ് പുട്ട് ഇൻ ടു ദ ക്യാപ്റ്റൻസ് കാൽഫാംസ് എന്ന് പറഞ്ഞൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി, രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി, അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാള കാവലോടെ മാനന്തവാടിയിൽ അയച്ചു. മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്ത്രങ്ങൾക്ക് എല്ലാ
ബ്രാഹ്മണന്മാരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധിപ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. അതായത് TH ബേബർ, സബ് കളക്ടർ മലബാർ, അതിൽ നിന്നും എടുത്തിട്ടുള്ളൊരു അവലംബമാണ്. കണ്ണൂർ 1805 ഡിസംബർ 31. അപ്പോൾ പഴശ്ശിരാജയുടെ ഒരു ബഹുമാന സൂചകമായിട്ടുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് അവിടെ. പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദ മേജർ റിവോൾട്ട് ഓഫ് ദി കേരള. അപ്പോൾ പഴശ്ശി കലാപം എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നൊരു പ്രധാനപ്പെട്ട ചെറുത്തുനിൽപ്പാണ്. അതായത് The British lifted Parashiraja's right to collect taxes from Kottayam in North Malabar. This was the immediate cause of the Parashiraja's revolt. അപ്പോൾ പഴശ്ശിരാജയുടെ റിവോൾട്ട് എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കുവാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അതായത് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒളിപ്പാരാണ് അദ്ദേഹം നടത്തിയിരുന്നത്. He led a guerrilla war against the British in the forest of വയനാട്. Then തലയ്ക്കൽ ചന്തു, then കൈതേരി അമ്പു, ഇടച്ചന കുങ്കൻ ആൻഡ് അത്തൻ കുരുക്കൾ അവയുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ അന്ന് സഹായിച്ചത്. They were the prominent leaders who fought with Parashiraja in the revolt. The revolt ended with the death of the Parashiraja. ഈ കലാപം അവസാനിച്ചത് പഴശ്ശിരാജയുടെ മരണത്തോടുകൂടി ആണ്. The anti-British revolt in Travancore were led by വേലുത്തമ്പി ദളവ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പി ആയിരുന്നു. അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. അതുകൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞത്. The constant intervention of the company in home affairs of Travancore hindered the smooth administration of Dalava. This was the main reason for him to turn against the British. Then പാലിയത്തച്ചൻ, the minister of Kochi, extended his assistance to Dalava. അപ്പോൾ കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ചൻ അദ്ദേഹത്തെ സഹായിച്ചു. Then in the famous Kundra proclamation of 1809, Dalava called upon the people to fight against the British. However, he was defeated by the British. അതായത് 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവ അദ്ദേഹം ആഹ്വാനം ചെയ്തു, അങ്ങനെ പ്രഖ്യാപിച്ചു. ഇതായിരുന്നു വേലുത്തമ്പി ദളവയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇത്രയും ഒന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് നല്ലതുപോലെ ഒന്ന് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എന്നിട്ട് ക്ലാസ് ഒന്നുകൂടെ കേൾക്കുക. ഫസ്റ്റ് നമ്മൾ തമ്പ് ഓഫ് നഗോഡാസ് ആണ് പഠിച്ചത്. ദെൻ അഗെയിൻസ്റ്റ് ദി ഫാമേഴ്സ്, ബ്രിട്ടീഷുകാർ കർഷകർക്കെതിരെ തിരിയുന്നതും അവരുടെ ബുദ്ധിമുട്ടുകൾ, പിന്നെ ട്രൈബൽസിന് അഗെയിൻസ്റ്റ് തിരിയുന്നതും അവരുടെ ബുദ്ധിമുട്ട്, വീവേഴ്സ് നെയ്ത്തുകാരുടെ ബുദ്ധിമുട്ടുകൾ, പിന്നീട് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. അത് ഓരോ കലാപങ്ങളും ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ കലാപം, അങ്ങനെ സന്താൾ കലാപം എന്താണെന്ന് കണ്ടു നമ്മൾ. പിന്നീട് കേരളത്തിലെ റിബല്യൻസ്, അതാണ് നമ്മൾ ലാസ്റ്റ് കണ്ടതിപ്പം. വേലുത്തമ്പി ദളവ, ദെൻ പാലിയത്തച്ചൻ, പഴശ്ശിരാജ, 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ, കൊച്ചിയിലെ പാലിയത്തച്ചൻ, പിന്നീട് വയനാട് പഴശ്ശിരാജ എന്തൊരു ചെറുത്തുനിൽപ്പുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രയും ക്ലാസ് കേട്ട നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലാസ് ഒന്നും കൂടി കേൾക്കുക, അതിനുശേഷം നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.